പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. ശൂർപ്പണഖയുടെ മൂക്കും കാതും ചെത്തിക്കളഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് ചോര ഒലിപ്പിച്ചുകൊണ്ട് സഹോദരനായ ഖരന്റെ അരികിലെത്തി. നിന്നെപ്പോലെയുള്ള സഹോദരന്മാർ ഉണ്ടായിട്ട് എനിക്കെന്ത് കാര്യം? ഇതാ നിന്റെ പെങ്ങളെ രണ്ട് യുവാക്കൾ പിടിച്ചു നിർത്തി എൻ്റെ മൂക്കും കാതും ചെത്തിയിരിക്കുന്നു. പ്രതികാരം ചെയ്യൂ. തൻ്റെ പെങ്ങളുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഖരൻ മറ്റൊന്നും ആലോചിച്ചില്ല. ആദ്യം തൻ്റെ 14 പ്രധാനപ്പെട്ട കിങ്കരന്മാരെ ആ കാട്ടിൻ്റെ ഭാഗത്തേക്ക് അയച്ചു. അവർ തപ്പിത്തടഞ്ഞ് രാമനെയും ലക്ഷ്മണനെയും കണ്ടെത്തി. എന്നാൽ രാമൻ മിനിറ്റുകൾ കൊണ്ട് 14 എണ്ണത്തിനെയും കൊന്നുകളഞ്ഞു. പിന്നീട് 14,000 സൈനികന്മാരും ഖരനും ചേർന്ന് വന്നു. ഈ സമയത്ത് രാമൻ പറയുന്നൊരു വാക്കുണ്ട്: ഇവറ്റകളെല്ലാം ഞാൻ കൊല്ലാൻ പോവുകയാണ്, ഒക്കെ അധർമ്മികളാണ്. അതുകൊണ്ട് ലക്ഷ്മണ, സീതയെ ഗുഹയ്ക്കുള്ളിൽ അടച്ചിടുക, നീ പുറത്ത് കാവൽ നിൽക്കുക, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇതാണ് ആത്മവിശ്വാസം, രാമന്റെ ആത്മവിശ്വാസം. നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ദൈവങ്ങളെല്ലാം ഇങ്ങനെയാണ്. നമ്മുടെ ദൈവത്തെ ആരും ആക്രമിക്കുന്നില്ല, നമ്മുടെ ദൈവത്തെ ആരും കുരിശിൽ തറയ്ക്കുന്നില്ല. നമ്മുടെ ദൈവത്തെ ആദരവോടല്ലാതെ മറ്റാർക്കും നോക്കുവാനും സാധ്യമല്ല. 72 മിനിറ്റ് കൊണ്ട് 14,000 രാക്ഷസന്മാരെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ യമപുരിക്ക് അയച്ചു. ഇവിടെ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണിത്. രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മത്തിന്റെ പ്രതീകമായ ശ്രീരാമൻ 14,000 ആളുകളെ കൊല്ലുവാൻ 72 മിനിറ്റേ എടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ധർമ്മത്തിൽ ഇത്ര വലിയ കൊലപാതകം പാടുണ്ടോ? രാമായണവും മഹാഭാരതവും എല്ലാം രക്തച്ചൊരിച്ചലാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. രാമനും കൃഷ്ണനും കൊലപാതകം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് സ്വാർത്ഥ ചിന്തക്ക് വേണ്ടിയുള്ള കൊലപാതകങ്ങളായിരുന്നില്ല, മറിച്ച് ലോകഹിതാർത്ഥം, അധർമ്മത്തിന്റെ നിഗ്രഹമായിരുന്നു. പ്രകൃതിയിൽ മനുഷ്യനൊഴികെയുള്ള ഒരു ജീവജാലവും പ്രകൃതിയുടെ നിയമത്തെ ലംഘിക്കുന്നില്ല. പട്ടിണി കിടന്ന് മരിക്കാൻ പോയാലും ഒരു പശുവിന് ഒരു ബീഫ് ബിരിയാണി തിന്നാൻ പറ്റില്ല, അതിനത് പറ്റില്ല. ഒരു പുലിക്ക് പുല്ല് തിന്നാൻ പറ്റില്ല. പ്രകൃതിയുടെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും തയ്യാറാണെങ്കിൽ പ്രകൃതിയുടെ നിയമത്തെ ലംഘിക്കുന്നതും പ്രകൃതിക്ക് നിരക്കാത്ത ഏറ്റവും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം തന്നെ മനുഷ്യരുമാണ്. അതിൽ അസുരരുമുണ്ട്. ഇങ്ങനെയുള്ള അസുരന്മാരെ തിരുത്താൻ കഴിയില്ല. അവർ സമാജത്തിൽ എപ്പോഴും അക്രമവും അനീതിയും പരത്തിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഭീകരന്മാരെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയില്ല. ചില അക്രമികളെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയില്ല. വീരപ്പനെ നമുക്ക് നന്നാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അധർമ്മികൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ധർമ്മികൾക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എപ്പോഴെല്ലാം അധർമ്മത്തിന് ഉയർച്ചയും ധർമ്മത്തിന് താഴ്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കപ്പെടുന്നു എന്ന്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത. നല്ല ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടജനങ്ങളുടെ നാശത്തിനും യുഗയുഗങ്ങളായി ഞാൻ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഖരനെയും കൂട്ടരെയും കൊന്നുകളയുവാൻ രാമൻ തീരുമാനിച്ചത് അവർ ലോകത്തിൽ മുഴുവൻ ഭീതി പരത്തുന്ന അക്രമികളും അവർ രാക്ഷസന്മാരും ആയതുകൊണ്ടാണ് എന്നറിയുക. അങ്ങനെ ശൂർപ്പണഖയുടെ അർദ്ധ സഹോദരനായ ഖരനെയും അവന്റെ കൂട്ടുകാരെയും കേവലം 72 മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കുവാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.